ഇന്ന് നാം ആദരിക്കുന്ന സാം തോമസ് എന്ന മഹാനായ സർഗാത്മക സിദ്ധിയുടെ കേന്ദ്രമായ നാടകത്തിൻ്റെ ആത്മാവ് കണ്ടെത്തിയ പ്രഗത്ഭനായ നടനും രചയിതാവുമായ സാം തോമസിനെ ആദരിക്കുന്ന ഈ നിമിഷത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത് എനിക്ക് വലിയ ആഹ്ലാദം പകരുന്നു. 1980 ഞാൻ ആദ്യമായി സാമേട്ടനെ പരിചയപ്പെടുന്നത്. ആ വർഷമാണ് ഞാൻ കോളേജിൽ ചേരുന്നത്. ആദ്യമായി തന്നെ കണ്ട ആ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും സൗഹൃദവും ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. 80 മുതൽ 2000 വരെയാണ് ഞാൻ ദേവഗിരി കോളേജിലുണ്ടായിരുന്നത്. ഈ കാലം അത്രയും അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. നിരവധി നാടകങ്ങൾ, അഭിനയം, സിനിമാഭിനയം, അതുപോലെ തന്നെ ഏതാനും നാടകങ്ങളുടെ രചന, ഇവയെല്ലാം തീർച്ചയായിട്ടും സന്തോഷം പകർന്നു തരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഈ നാടകങ്ങൾ പരിശോധിക്കുവാനും എഡിറ്റ് ചെയ്യുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി എന്നതും ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ആ നാടക അഭിരുചി അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെയും അതുപോലെ തന്നെ രചനയിലൂടെയും എപ്പോഴും പ്രകടമായിക്കൊണ്ടിരുന്നു. കോളേജിലെ ഓഫീസിൽ അദ്ദേഹം ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തോട് അടുത്ത് പെരുമാറുവാൻ സാധിക്കുമ്പോൾ ഒരു നല്ല കലാകാരനെയാണല്ലോ നാം കാണുന്നത് എന്ന് തീർച്ചയായിട്ടും ആർക്കും തോന്നും. കാരണം അദ്ദേഹം ഇത്രയും കാലം, നീണ്ട 70 വർഷം ദേവഗിരി കോളേജിൽ തൻ്റെ സിദ്ധികൾ പ്രകടമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത്രയും കാലം ഇനി ആരും അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 70 വർഷം ഒരു കോളേജിൽ സേവനം ചെയ്യുക അത്ര മഹത്വമാർന്ന ഒരു കാര്യമാണ്. എറണാകുളത്ത് ഞാൻ തിരിച്ചെത്തിയപ്പോൾ അവിടെയും കോഴിക്കോട്ടെ ജീവിതവും തമ്മിൽ വലിയ അന്തരം എനിക്ക് അനുഭവപ്പെട്ടു. കോഴിക്കോട്ടെ ജനങ്ങൾ കലാസ്വാദകരാണ്. എല്ലാ വിധത്തിലും കലയെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ കലയുടെ കാര്യത്തിൽ തങ്ങളുടെ എല്ലാ സിദ്ധികളും മറ്റുള്ളവർക്കായി പകർന്നു തരികയും ചെയ്യുന്നവരാണ്. കൊച്ചിൻ കലാഭവൻ്റെ പ്രസിഡൻ്റായി ഞാൻ 7 വർഷമായി സേവനം ചെയ്യുന്നു. അവിടെ ഞാൻ നിത്യവും കലാകാരന്മാരെയാണ് കാണുന്നത്. നിരവധി ഗായകരെ കാണുന്നു, ഡാൻസ് അവതരിപ്പിക്കുന്നവരെ കാണുന്നു, മിമിക്സ് പരേഡ് കാണുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം മിമിക്സ് പരേഡിൻ്റെ ഒരു വലിയ സമ്മേളനം നടത്തുവാൻ സാധിച്ചു. കാരണം ആ വേലച്ചനാണ് കലാഭവനിൽ മിമിക്സ് പരേഡ് തുടങ്ങിയത്. അതിൻ്റെ ആ ചാരിതാർത്ഥ്യം അവിടെ വന്നുകൂടിയ എല്ലാ കലാകാരന്മാരെയും വിസ്മയിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇതെടുത്ത് പറയാൻ കാരണം കോഴിക്കോട്ടെ ജനങ്ങളുമായിട്ടുള്ള ആ സൗഹൃദവും എറണാകുളത്തെ ജനങ്ങളുമായിട്ടുള്ള സൗഹൃദവും വ്യത്യസ്തമാണ്. ഇവിടെയുള്ളവർ മറ്റുള്ളവരെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. കലയെ സ്നേഹിക്കുന്നവർ ആ കല കാണുവാനും ആസ്വദിക്കുവാനും അഭിനന്ദിക്കുവാനും എപ്പോഴും മുൻപന്തിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഈ സ്നേഹാദരങ്ങൾ സാം തോമസിന് പകർന്നു നിൽക്കുമ്പോൾ അഭിമാനിക്കുവാൻ അർഹതയുണ്ട്, ആദരിക്കുവാൻ സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം തൻ്റേതായ കലാസിദ്ധിയിലൂടെ മുന്നോട്ട് പോയി നമുക്കെല്ലാവർക്കും ഒരു പുതിയ വസന്തം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും അദ്ദേഹത്തിൻ്റെ കല വളരട്ടെ, അദ്ദേഹത്തിൻ്റെ രചനാസിദ്ധി ഉത്തേജിതമാകട്ടെ. അങ്ങനെ സമൂഹത്തിന് വലിയ സമ്പന്നമായ ഒരു വസന്തം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം വണങ്ങുന്നു, നമിക്കുന്നു, നമസ്കരിക്കുന്നു.